നവോത്ഥാന മുന്നേറ്റ ചരിത്രത്തിലെ ദീപ്ത വ്യക്തിത്വങ്ങളിലൊന്നായ ശ്രീ കുമാരഗുരുദേവൻ്റെ സ്മൃതി ദിനമാണ് ഇന്ന്. ജാതി വിവേചനത്തിന് അതീതമായ സാമൂഹ്യ സമത്വത്തിൻ്റെ സന്ദേശം പടർത്തിക്കൊണ്ട് അടിച്ചമർത്തപ്പെട്ട വലിയൊരു വിഭാഗം ജനങ്ങളെ ഉണർത്തിയെടുത്ത നവോത്ഥാന നായകനായ പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ ആധുനിക കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ വഹിച്ച പങ്ക് എടുത്തു പറയേണ്ടതുണ്ട്. ജാതിമത വിവേചനങ്ങളില്ലാത്ത മനുഷ്യത്വപൂർണമായ സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാനുള്ള പോരാട്ടങ്ങൾക്ക് പറ്റാത്ത പ്രചോദനമാണ് ആ സ്മൃതി. ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് 121 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. 79 പേർ രോഗമുക്തി നേടി. 24-ന് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മരണമടഞ്ഞ തമിഴ്നാട് സ്വദേശി അരസാഗരൻ്റെ സ്രവപരിശോധന കോവിഡ് പോസിറ്റീവാണെന്ന് ഇന്ന് ഫലം വന്നിട്ടുണ്ട്. രോഗം ബാധിച്ചവരിൽ 78 പേർ വിദേശത്തു നിന്ന് വന്നവരാണ്. 121-ൽ 78 പേര്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 26 പേര്. സമ്പർക്കം വഴി 5 പേര്. ഹെൽത്ത് വർക്കർമാർ 3 പേര്. CISFകാർ 9 പേരുണ്ട്. തൃശ്ശൂർ 26. ഈ പരിശോധനാഫലം പോസിറ്റീവായവരുടെ ജില്ല തിരിച്ച കണക്കാണ്. തൃശ്ശൂർ 26, കണ്ണൂർ 14, മലപ്പുറം 13, പത്തനംതിട്ട 13, പാലക്കാട് 12, കൊല്ലം 11, കോഴിക്കോട് 9, ആലപ്പുഴ, എറണാകുളം, ഇടുക്കി 5 വീതം, കാസർഗോഡ്, തിരുവനന്തപുരം 4 വീതം. ഇങ്ങനെയാണ് പോസിറ്റീവായവർ. നെഗറ്റീവായവരുടെ ജില്ല തിരിച്ച കണക്ക്: തിരുവനന്തപുരം 3, കൊല്ലം 18, ആലപ്പുഴ, കോട്ടയം 8 വീതം, എറണാകുളം 4, തൃശ്ശൂർ 5, പാലക്കാട് 3, കോഴിക്കോട് 8, മലപ്പുറം 7, കണ്ണൂർ 13, കാസർഗോഡ് 2. കഴിഞ്ഞ 24 മണിക്കൂറിനകം 5244 സാമ്പിളുകൾ പരിശോധിച്ചു. ഇതുവരെ 4311 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ചികിത്സയിലുള്ളത് 2057 പേരാണ്. 1,80,617 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. 2662 പേർ ആശുപത്രികളിലാണ്. ഇന്ന് മാത്രം 281 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എല്ലാ ഇനത്തിലുമായി ഇതുവരെ 2,24,727 ആളുകളിൽ നിന്നാണ് സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചത്. സ്വകാര്യ ലാബ് റിപ്പീറ്റ് സാമ്പിൾ ഉൾപ്പെടെ ഇതുവരെ 1,71,846 വ്യക്തികളുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചതിൽ 2774 ഫലം വരാനുണ്ട്.
ഇതുവരെ സെൻറ്റിനൽ സർവൈലൻസിൻ്റെ ഭാഗമായി മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട 46,689 സാമ്പിളുകളാണ് ശേഖരിച്ചത്. അതിൽ 45,065 നെഗറ്റീവായിട്ടുണ്ട്. സംസ്ഥാനത്തെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 118. മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിൽ ഇന്ന് വൈകിട്ട് 5 മണി മുതൽ ജൂലൈ 6 അർദ്ധരാത്രി വരെ ട്രിപ്പിൾ ലോക്ക്ഡൗൺ നടപ്പാക്കും. എടപ്പാൾ, പൊന്നാനി പ്രദേശങ്ങളിൽ ധാരാളം കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത സ്ഥലങ്ങളിൽ വ്യാപകമായി ടെസ്റ്റുകൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. പനി, ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നീ ലക്ഷണങ്ങളുള്ള എല്ലാവരെയും പരിശോധിക്കും. അതിനു പുറമെ ആരോഗ്യ പ്രവർത്തകർ, ആശുപത്രി ജീവനക്കാർ, ബാങ്ക് ജീവനക്കാർ, ട്രാൻസ്പോർട്ട് ഹബ്ബുകൾ, ഓട്ടോ ടാക്സി ഡ്രൈവർമാർ എന്നിവർക്ക് ലക്ഷണമില്ലെങ്കിൽ കൂടി പരിശോധന നടത്തും. മാർക്കറ്റുകളിലും കോവിഡ് പരിശോധന നടത്തും. കോഴിക്കോട്, മഞ്ചേരി, തൃശ്ശൂർ മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള മെഡിക്കൽ ടീമിനെ ഈ പ്രദേശങ്ങളിൽ നിയോഗിക്കും. അടുത്ത 3 ദിവസം ക്ലസ്റ്റർ സോണിൽ വിശദമായ പരിശോധനയും വീടുതോറുമുള്ള സർവേയും നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തീവ്ര രോഗബാധ കണ്ടെത്തിയ പ്രദേശങ്ങളിൽ കുറഞ്ഞത് 10,000 പരിശോധനകൾ നടത്തും. കേസുകളുടെ എണ്ണം കൂടുകയും അതിനനുസൃതമായി കൂടുതൽ കണ്ടെയ്ൻമെൻറ്റ് സോണുകൾ ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഉറവിടം കണ്ടെത്താൻ സാധിക്കാത്ത കേസുകൾ ഉണ്ടാകുന്ന പ്രദേശങ്ങളിൽ ക്ലസ്റ്ററുകൾ രൂപം കൊള്ളുന്നുണ്ടോ എന്ന് പരിശോധിക്കാനും അത് സംഭവിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനുമാണ് ശ്രമിക്കുന്നത്. കൃത്യമായ ഒരു ക്ലസ്റ്റർ മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി നടപ്പിലാക്കുന്നുണ്ട്. അതിനായി കേസുകളും അവയുടെ കോൺടാക്റ്റുകളും ഒരു പ്രദേശത്ത് എങ്ങനെ വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കി കണ്ടെയ്ൻമെൻറ്റ് സോണുകൾ പ്രഖ്യാപിക്കും. ആ പ്രദേശത്തേക്ക് കടക്കുന്നതിനും ഇറങ്ങുന്നതിനും കഴിയുമെങ്കിൽ ഒരു വഴി മാത്രം ഉപയോഗിക്കുന്ന രീതിയിൽ അവിടേക്കുള്ള വരവും പുറത്തോട്ടുള്ള പോക്കും കർശനമായി നിയന്ത്രിക്കും. വീടുകൾ സന്ദർശിച്ച് ശ്വാസകോശ സംബന്ധമായ മറ്റ് രോഗങ്ങൾ ബാധിച്ചവരുണ്ടോ എന്ന് കണ്ടെത്തി അവർക്ക് ആൻറ്റിജൻ ടെസ്റ്റുകൾ നടത്തും. പോസിറ്റീവ് കേസുകൾ കണ്ടെത്തിയാൽ കോണ്ടാക്ട് ട്രേസിംഗ് ആണ് അടുത്ത ഘട്ടം. അതുപോലെ കണ്ടെയ്ൻമെൻറ്റ് സോണുകളിൽ കേസുകളുടെ എണ്ണം പെരുകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നേരിടാനുള്ള സർജ് പ്ലാനും തയ്യാറാക്കിയിട്ടുണ്ട്. അത്തരം സാഹചര്യത്തിൽ രോഗികളെ ആശുപത്രികളിൽ കൊണ്ടുവരുന്നത് തൊട്ട് ആശുപത്രികളിൽ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന വിശദമായ പ്ലാനാണത്. ഇത്തരത്തിൽ രോഗവ്യാപനം തടയാനും ഉണ്ടായാൽ നേരിടാനുമുള്ള പരമാവധി മുൻകരുതലുകൾ നമ്മൾ യഥാസമയം എടുക്കുന്നുണ്ട്. ജനങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണമുണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക്
കാര്യക്ഷമമായി നടപ്പിൽ വരുത്താൻ സാധിക്കും. എല്ലാവർക്കും അറിയാവുന്നതുപോലെ LDF സർക്കാർ 5ാം വർഷത്തിലേക്ക് കടന്ന ഘട്ടമാണിത്. എന്നാൽ ഇത്തവണ വാർഷികാഘോഷങ്ങളൊന്നും വേണ്ട എന്ന് വെച്ചു. സർക്കാരിൻ്റെ നേട്ടങ്ങൾ എണ്ണിപ്പറയാൻ ഇല്ലാത്തതുകൊണ്ടല്ല വാർഷികാഘോഷം ഉപേക്ഷിച്ചത്. മനുഷ്യരാശി ഒരു മഹാമാരിയെ നേരിടുന്ന ഘട്ടമായതുകൊണ്ടാണ്. COVID-19-നെതിരായ പോരാട്ടത്തിൽ മറ്റെല്ലാം മാറ്റിവെച്ച് നാം ഒറ്റക്കെട്ടായി അണിനിരക്കുകയാണ്. അതിൻ്റെ ഫലവും ഉണ്ടായിട്ടുണ്ട്. ലോകത്ത് സമ്പത്ത് കൊണ്ടും ആധുനിക സൗകര്യം കൊണ്ടും ഉന്നതിയിൽ നിൽക്കുന്ന രാഷ്ട്രങ്ങൾ പോലും കേരളത്തിലേക്ക് ഉറ്റുനോക്കുകയാണ്. കോവിഡ് പ്രതിരോധത്തിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നേട്ടങ്ങൾ അന്താരാഷ്ട്ര ഏജൻസികളും ലോകമാധ്യമങ്ങളും തുറന്ന് അംഗീകരിക്കുകയാണ്. ഇത്തരമൊരു ഘട്ടത്തിൽ കോവിഡ് പ്രതിരോധം പുതിയ തലത്തിലേക്ക് എത്തിയ അവസരത്തിൽ പ്രത്യേകിച്ചും മറ്റേതെങ്കിലും അജണ്ടയ്ക്ക് പിന്നാലെ പോകാൻ സർക്കാരിന് താൽപ്പര്യമില്ല. എല്ലാ ഊർജവും ജനങ്ങളുടെ സംരക്ഷണത്തിനായി വിനിയോഗിക്കപ്പെടണം എന്നതാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട്. പ്രതിപക്ഷവും ഈ പോരാട്ടത്തിൽ കൂടെ ഉണ്ടാവണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനുള്ള ശ്രമങ്ങളാണ് തുടക്കം മുതൽ സർക്കാർ നടത്തിയത്. ദൗർഭാഗ്യവശാൽ പ്രതിപക്ഷം ആ നിലക്കല്ല നീങ്ങുന്നത്. സർക്കാരിനെ എതിർക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ സർക്കാരിൻ്റെ കോവിഡ് പ്രതിരോധത്തെ തുരങ്കം വെക്കാനും ഏത് നടപടിയെയും തെറ്റായി ചിത്രീകരിച്ച് വികൃതമാക്കാനുമാണ് ശ്രമമുണ്ടാകുന്നത്. സർക്കാരിൻ്റെ തുടക്കം മുതൽ നിഷേധാത്മക നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിച്ചത്. നാടിൻ്റെ വികസനം മുൻനിർത്തി സർക്കാർ സ്വീകരിച്ച എല്ലാ നടപടികളെയും അന്ധമായി എതിർത്തു. പ്രളയം വന്നപ്പോൾ അതിജീവനത്തിനായി ദുരിതാശ്വാസ നിധി കണ്ടെത്തുന്നതിനെ പോലും അട്ടിമറിക്കാൻ ശ്രമിച്ചു. കോവിഡ് കാലത്ത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിലൊരു ഭാഗം മാറ്റിവെക്കാൻ തീരുമാനിച്ചപ്പോൾ ആ ഉത്തരവ് കത്തിച്ചവരാണ് ഇവർ. ജനങ്ങൾ പ്രതിസന്ധിയിലായാലും നാടിൻ്റെ വഴിമുട്ടിയാലും സർക്കാരിനെ ആക്രമിച്ചാൽ മതി എന്ന മാനസികാവസ്ഥയിലാണ് അവരെത്തിയത്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ടെക്നോസിറ്റിയിൽ കളിമൺ ഖനനം നടത്തുന്നുവെന്നും അത് അഴിമതിയാണ് എന്നും ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തിയത്. ഒരു മാധ്യമം അത്തരമൊരു വാർത്ത പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവും BJP സംസ്ഥാന അധ്യക്ഷനും ഏകോദര സഹോദരങ്ങളെപ്പോലെ ടെക്നോസിറ്റിയിലേക്ക് ഓടിയെത്തി അഴിമതി ആരോപണം ഉന്നയിച്ചു.
ടെക്നോസിറ്റിക്ക് വേണ്ടി ഏറ്റെടുത്ത സ്ഥലത്ത് കളിമണ്ണുണ്ട് എന്നത് ശരിയാണ്. അത് ഖനനം ചെയ്യണമെന്ന് ആളുകൾ ആഗ്രഹിക്കുന്നുമുണ്ടാകാം. എന്നാൽ സർക്കാർ അക്കാര്യത്തിൽ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. പള്ളിപ്പുറം ടെക്നോസിറ്റി വക ഭൂമിയിൽ കളിമൺ നല്ല നിലയിൽ ലഭ്യമാണ്. ടെക്നോസിറ്റി സ്ഥലത്ത് നിന്നും സോഫ്റ്റ് സോയിൽ എടുത്ത് പകരം ഹാർഡ് സോയിൽ നിക്ഷേപിക്കാനുള്ളൊരു നിർദ്ദേശം കേരള ക്ലെയ്സ് ആൻഡ് സെറാമിക്സ് പ്രോഡക്ട്സ് എന്ന പൊതുമേഖലാ സ്ഥാപനം നേരത്തെ മുന്നോട്ട് വച്ചിരുന്നു. അന്ന് ഒരു ഉദ്യോഗസ്ഥതല സമിതിയെ ഖനനം സംബന്ധിച്ച സാധ്യതകൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിശ്ചയിച്ചു. വ്യവസായ വകുപ്പ് ഡയറക്ടർ, മൈനിങ് ആൻഡ് ജിയോളജി ഡയറക്ടർ, ടെക്നോ പാർക്ക് CEO എന്നിവരടങ്ങുന്ന ആ സമിതി പരിശോധന നടത്തി. നിർദ്ദേശം അംഗീകരിക്കേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചത്. സർക്കാർ തലത്തിൽ കളിമൺ ഖനനത്തിന് അനുമതി നൽകാനുള്ള യാതൊരു തീരുമാനവും കൈക്കൊണ്ടിട്ടില്ല. ഇതിലെങ്ങനെയാണ് അഴിമതി ആരോപിക്കാൻ കഴിയുന്നത്? കാളപെറ്റോ എന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്നത് പഴഞ്ചൊല്ലിലുള്ളൊരു കാര്യമാണ്. ഇവിടെ നമ്മുടെ പ്രതിപക്ഷം കയറെടുക്കുകയല്ല, പാല് കറക്കാൻ തന്നെ ഓടുന്നതാണ് കാണുന്നത്. ഇതുവരെ ഉന്നയിച്ച ഒരു ആരോപണവും ക്ലച്ച് പിടിച്ചിട്ടില്ല. 5-ാം വർഷം എന്തെങ്കിലും പറഞ്ഞ് പുകമറ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് ആ ജാള്യം മറച്ചുവെക്കാനും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ എങ്ങനെയെങ്കിലും തളർത്താൻ കഴിയുമോ എന്ന് നോക്കാനുമാണ്. പത്രസമ്മേളനം വിളിച്ച് ഒരടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുക, കുറച്ച് ദിവസം അതുതന്നെ ചർച്ചയാക്കാൻ ശ്രമിക്കുക, ഒടുവിൽ ഒന്നും തെളിയിക്കാനാവാതെ വാക്ക് മാറ്റിപ്പറഞ്ഞ് പിന്മാറുക. ഇതാണ് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് നടത്തുന്ന അഭ്യാസം. ഇതിനു മുൻപ് അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളും അതിൽ നിന്നുള്ള നിരുപാധിക പിന്മാറ്റവും കഴിഞ്ഞ ദിവസം തന്നെ നാം കണ്ടല്ലോ. ഒടുവിൽ അദ്ദേഹം ഉന്നയിച്ചത് സംസ്ഥാനത്ത് ഈ മൊബിലിറ്റി ഹബ്ബ് സംബന്ധിച്ച DPR തയ്യാറാക്കാൻ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് എന്ന കമ്പനിയെ ഏൽപ്പിച്ചത് ക്രമരഹിതമായിട്ടാണ് എന്നാണ്. ഞായറാഴ്ച അസാധാരണ പത്രസമ്മേളനം വിളിച്ച് പ്രതിപക്ഷ നേതാവ് ഒരു കാര്യം പറയുമ്പോൾ സ്വാഭാവികമായും ഗവൺമെൻറ്റിന് അത് അവഗണിക്കാൻ പറ്റില്ല, വ്യക്തത വരുത്തേണ്ടി വരും. അതിന് നമ്മുടെ ആകെ കുറേ സമയം നഷ്ടപ്പെടും. ഇപ്പോൾ അങ്ങനെ വെറുതെ സമയം നഷ്ടപ്പെടുത്തേണ്ട ഒരവസ്ഥയിലല്ല നമ്മുടെ നാട് നിൽക്കുന്നത്. കോവിഡ് ബാധ അനുദിനം വർദ്ധിക്കുകയാണ്. അതിൻ്റെ ഭീഷണിയിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്താൻ കയ്യും മെയ്യും മറന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. ദുരാരോപണങ്ങളും കുപ്രചരണങ്ങളും കൊണ്ട് ഇത്തരമൊരു ഘട്ടത്തിൽ ഇറങ്ങിത്തിരിക്കുന്നത് നാടിനും ജനങ്ങൾക്കും പ്രയോജനകരമല്ല എന്ന് മാത്രം ഈ ഘട്ടത്തിൽ പറഞ്ഞു വെക്കട്ടെ. എന്തായാലും വസ്തുതകളുമായി ഒരു തരത്തിലും പൊരുത്തപ്പെടാത്ത കാര്യങ്ങളാണ്
ആരോപണമെന്ന നിലയിൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. ഇ മൊബിലിറ്റി സർക്കാരിൻ്റെ നയമാണ്. പുതിയ കാലത്ത് വൈദ്യുതി വാഹനങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. 2022 10 ലക്ഷം വൈദ്യുതി വാഹനങ്ങൾ നിരത്തിലിറക്കണമെന്നാണ് ആലോചിച്ചിട്ടുള്ളത്. മദ്രാസ് IITയിലെ പ്രൊഫസർ അശോക് ജുൻജുൻവാലയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സമിതിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തിൻ്റെ വൈദ്യുതി വാഹന നയം രൂപീകരിച്ചത്. നയം രൂപീകരിക്കുന്നത് നടപ്പാക്കാനാണ്. സംസ്ഥാനത്ത് വൈദ്യുതി വാഹനങ്ങൾ വർദ്ധിച്ച തോതിൽ വേണമെന്നത് സർക്കാരിൻ്റെ ദൃഢനിശ്ചയമാണ്. ഇതൊക്കെ ഏതെങ്കിലും തോന്നലുകളുടെ അടിസ്ഥാനത്തിൽ നടപ്പാക്കേണ്ടതല്ല. സാധ്യതകളും പരിമിതികളും ശാസ്ത്രീയമായി പഠിച്ച് ചെയ്യേണ്ടതാണ്. അതിനുവേണ്ടിയാണ് വിശദമായ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതും അതിനായി പഠനങ്ങൾ നടത്തുന്നതും. പ്രതിപക്ഷ നേതാവ് പരാമർശിച്ച പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് എന്ന സ്ഥാപനം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻറ്റർ സർവീസസ് ഇൻകോർപ്പറേറ്റഡ് നിക്സി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത്. അവരെംപാനൽ ചെയ്തിട്ടുള്ള സ്ഥാപനമാണ്. കേരള സർക്കാർ 2019 ആഗസ്റ്റ് 13 ഉത്തരവ് പ്രകാരം നിക്സിയുടെ അംഗീകൃത ലിസ്റ്റിലുള്ള 3 കമ്പനികളെ ബസ് പോർട്ടുകൾ, ലോജിസ്റ്റിക് പോർട്ടുകൾ, ഇ മൊബിലിറ്റിക്കുള്ള കർമ്മപദ്ധതി തയ്യാറാക്കൽ എന്നിവയുടെ കൺസൾട്ടൻറ്റുകളായി തീരുമാനിച്ചിട്ടുണ്ട്. അവ ഏതാണെന്നും പറയാം. പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് ദക്ഷിണ മേഖല, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം. KPMG അഡ്വൈസറി സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് മധ്യമേഖല, കോട്ടയം, ഇടുക്കി, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം. ഏണസ്റ്റ് ആൻഡ് യങ് ഗ്ലോബൽ ഉത്തരമേഖല, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ്. പ്രതിരോധ മന്ത്രാലയവും ആഭ്യന്തര മന്ത്രാലയം തുടങ്ങി കേന്ദ്ര മന്ത്രാലയങ്ങളുടെയും ICMR ഉൾപ്പെടെയുള്ള മർമ്മപ്രധാന സ്ഥാപനങ്ങളുടെയും കൺസൾട്ടൻസി ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ് PwC എന്നുകൂടി ഈ ഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കട്ടെ. 2020 ഫെബ്രുവരി 20 ഗതാഗത വകുപ്പ് ഉത്തരവ് പ്രകാരം ഈ 3 കമ്പനികളുടെയും ബസ് പോർട്ടുകളുടെ കൺസൾട്ടൻ്റായും പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിനെ വൈദ്യുത വാഹന ഉൽപ്പാദന ഇക്കോസിസ്റ്റത്തിൻ്റെ ലോജിസ്റ്റിക് പോർട്ടുകളുടെയും കൺസൾട്ടൻ്റായും തീരുമാനിച്ചു. ഓരോ ബസ് പോർട്ടുകൾക്കും 2,15 ലക്ഷം രൂപ നികുതി പുറമെയാണ്. ലോജിസ്റ്റിക് പോർട്ടുകൾക്ക് 2,09 ലക്ഷം രൂപ നികുതി പുറമെയാണ്. ഇ മൊബിലിറ്റിക്കായി 82 ലക്ഷം രൂപ. ഇങ്ങനെയാണ് വകയിരുത്തിയത്. ഇതിലൊന്നും ഒരു അസ്വാഭാവികതയുമില്ല. നടപടിക്രമങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ട്രാൻസ്പോർട്ട് വകുപ്പ്, പ്ലാനിങ്, ധനകാര്യ വകുപ്പുകൾ എന്നിവിടങ്ങളിലെ പരിശോധനയ്ക്ക് ശേഷമാണ് ഫയലിൽ അന്തിമ തീരുമാനമുണ്ടായത്. സെബി വിലക്കിയ കമ്പനിക്കാണ് കരാർ കൊടുത്തത് എന്ന ആക്ഷേപവും തീർത്തും
അടിസ്ഥാനരഹിതമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസിയായ നിക്സി എംപാനൽ ചെയ്ത പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കൺസൾട്ടിംഗ് കമ്പനിയാണ്. അതിന് സെബിയുടെ വിലക്കില്ല. വിലക്കുണ്ട് എന്ന് പറയുന്നത് പ്രൈസ് വാട്ടർ ഹൗസ് ആൻഡ് കമ്പനി ബാംഗ്ലൂർ LLP എന്ന ഓഡിറ്റ് സ്ഥാപനത്തിനാണ്. ആ സ്ഥാപനമാണ് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ സർക്കാരിൻ്റെ കാലത്ത് അഗസ്റ്റ് വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാടിൽ ഗുരുതരമായ ക്രമക്കേടുകൾ ഓഡിറ്റിങ്ങിൽ കണ്ടെത്തിയത്. കരാറിലെ പ്രശ്നങ്ങളും ഇടനിലക്കാരുടെ പങ്കാളിത്തവും അവർ തെളിവ് സഹിതം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. ഈ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അന്വേഷണങ്ങൾ വേണ്ടി വന്നത്. കേസ് ഇപ്പോഴും നടക്കുകയാണ്. അത് ഓഡിറ്റ് കമ്പനി, ഇത് കൺസൾട്ടൻറ്റ് സ്ഥാപനം. രണ്ടും രണ്ട് ലീഗൽ എൻറ്റിറ്റിയാണ്. ഓഡിറ്റും കൺസൾട്ടൻസിയും രണ്ട് വ്യത്യസ്ത പ്രവർത്തനമാണ് എന്ന ലളിതമായ കാര്യം മറച്ചു വെക്കപ്പെടുന്നു. കേന്ദ്രം എംപാനൽ ചെയ്ത ഒരു ഏജൻസിയെ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കാൻ ചട്ടപ്രകാരം ചുമതലപ്പെടുത്തിയതിൽ എന്ത് ക്രമക്കേടാണുള്ളത് എന്ന് പറയാൻ പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞിട്ടില്ല. കേരളത്തിൻ്റെ ഭാവി ആവശ്യമാണ് പുതിയ ട്രാൻസ്പോർട്ട് നയം. ഇതിൻ്റെ ഭാഗമായാണ് കേരളത്തിന് ഉതകുന്ന വിധത്തിൽ ഇലക്ട്രിക് വെഹിക്കിൾ നയവും ഇലക്ട്രിക് വെഹിക്കിൾ മാനുഫാക്ചറിംഗ് എക്കോസിസ്റ്റവും അവ വികസിപ്പിക്കാനുള്ള പദ്ധതികൾ ആലോചിക്കാനായി 2019 ആഗസ്റ്റ് 17 വ്യവസായ വകുപ്പ്, ധനകാര്യ വകുപ്പ്, ഗതാഗത വകുപ്പ് ഇവയുടെ സെക്രട്ടറിമാരുടെ ഉന്നതതല യോഗം ചേർന്നു. ഫയലിൽ ഉത്തരവുകൾ പുറപ്പെടുവിച്ചത് ചട്ടപ്രകാരമുള്ള എല്ലാ പരിശോധനയും കഴിഞ്ഞതിന് ശേഷമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധനകാര്യ ആസൂത്രണ വകുപ്പുകൾ കണ്ട ശേഷമാണ് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവുകൾ ഇറങ്ങിയത്. 2019 ജൂലൈ 11 ഉത്തരവിന് ശേഷം 2020 ഫെബ്രുവരി 20 വിശദമായ ഉത്തരവാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇത് എല്ലാ പരിശോധനകൾക്കും ശേഷമാണ്. പരിസ്ഥിതി സംരക്ഷണവും പശ്ചാത്തല സൗകര്യ വികസനവും സമന്വയിച്ച് കൊണ്ടുപോകുന്ന സർക്കാർ സമീപനം സുതാര്യമാണ്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചതുകൊണ്ട് സർക്കാർ ഇതിൽ നിന്ന് പിന്തിരിയാൻ പോകുന്നില്ല. വെല്ലുവിളികൾക്കിടയിൽ കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ മുന്നോട്ട് നയിക്കാനുള്ള എല്ലാ നടപടികളും സർക്കാർ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് കൈക്കൊള്ളും. ചില അനുഭവങ്ങൾ നാം ഇവിടെ ഓർക്കേണ്ടതുണ്ട്. കിഫ്ബി എന്നത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നവും ഉഡായിപ്പുമാണ് എന്നൊക്കെയായിരുന്നു പ്രതിപക്ഷ നേതാവ് പല വേദികളിലും പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ കിഫ്ബി അതിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചു തുടങ്ങിയപ്പോൾ അദ്ദേഹം മിണ്ടുന്നില്ല. പ്രഖ്യാപിത ലക്ഷ്യവും പിന്നിട്ട് പ്രഖ്യാപിത ലക്ഷ്യം 50,000 കോടിയായിരുന്നല്ലോ. 56,000 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് കിഫ്ബി അനുമതി നൽകി കഴിഞ്ഞത്. ഇതിൽ 18,500 കോടിയുടെ പദ്ധതികൾ ടെൻഡർ ചെയ്തു കഴിഞ്ഞു. അതിൽ തന്നെ 16,000 കോടി രൂപയുടെ പദ്ധതികൾ നിർമ്മാണം ആരംഭിച്ചു. അംഗീകരിച്ച പദ്ധതികളിൽ 5,400 കോടി രൂപയുടെ ബില്ലുകൾ പാസാക്കി കഴിഞ്ഞു.
എല്ലാ നിയോജക മണ്ഡലങ്ങളിലും 5 കോടി രൂപ വീതം ചെലവഴിച്ച് ഓരോ സ്കൂളുകൾ രാജ്യാന്തര നിലവാരമുള്ള മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന ഈ പ്രക്രിയ ഈ ഡിസംബറോടെ പൂർത്തീകരിക്കുകയാണ്. ഈ മഹാമാരിയുടെ കാലത്ത് നമ്മുടെ വിദ്യാലയങ്ങളെ സജ്ജമാക്കാൻ സെക്കൻഡറി, ഹയർ സെക്കൻഡറി തലത്തിലെ 45,000 ക്ലാസ് റൂമുകളാണ് ഹൈടെക്കാക്കി മാറ്റിയത്. രാജ്യത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ രീതിയിൽ ഈ മഹാമാരിയുടെ കാലത്ത് നമ്മുടെ വിദ്യാഭ്യാസ രംഗം സജീവമായി നിൽക്കുന്നതിനിടയാക്കിയതാണിത്. 11,000 LP UP സ്കൂളുകളും ആധുനികവൽക്കരിക്കാൻ കഴിഞ്ഞു. 25ഓളം ആശുപത്രികളിൽ 2,200 കോടി രൂപ ചെലവിൽ അടിസ്ഥാന സൗകര്യ വികസനം പുരോഗമിക്കുകയാണ്. ഇതിൽ പുനലൂർ താലൂക്ക് ആശുപത്രി, കൊച്ചിൻ ക്യാൻസർ സെൻറ്റർ, എറണാകുളം ജനറൽ ആശുപത്രി എന്നിവയുടെ വികസനം ഈ വർഷം പൂർത്തിയാക്കും. നാളിതുവരെ ഉണ്ടാകാത്ത വിധം വ്യവസായങ്ങൾക്ക് വേണ്ടിയുള്ള സ്ഥലമെടുപ്പിന് 14,000 കോടി രൂപയാണ് വകയിരുത്തിയത്. ഇതിൽ 977 കോടി രൂപ ചെലവിട്ട് പെട്രോ കെമിക്കൽ പാർക്കിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയായി കഴിഞ്ഞു. ഭൂമിയുടെ വിലയായ 434 കോടി രൂപ ആദ്യ നിക്ഷേപ സംരംഭകരായ BPCL മുതൽ മുടക്കിക്കഴിഞ്ഞു. കൂടുതൽ പറയുന്നില്ല. ഇതൊക്കെ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണോ? ഉഡായിപ്പാണോ? ഇത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. പ്രതിപക്ഷ നേതാവ് തിരുത്തി പറയണമെന്നൊന്നും ഇവിടെ പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ ജനങ്ങളും കിഫ്ബിയുടെ ഗുണം അനുഭവിക്കുന്നുണ്ടല്ലോ. വേറെ ചിലത് ജൂൺ 25-ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യങ്ങൾ, റീബിൽഡ് കേരളക്ക് KPMGക്ക് കൺസൾട്ടൻസി നൽകിയതിന് പിന്നിൽ അഴിമതി, സർക്കാർ കമ്മീഷൻ തട്ടാൻ വേണ്ടി കരാർ നൽകുന്നു. ഇത് പറഞ്ഞ അതേ പ്രതിപക്ഷ നേതാവ് 3 ദിവസം കഴിഞ്ഞ് ജൂൺ 28-ന് എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞ കാര്യം, കഴിഞ്ഞ ദിവസം ഞാൻ എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം KPMGക്ക് കൺസൾട്ടൻസി കൊടുത്ത കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. അന്ന് ഇത് തെറ്റാണെന്നും ശരിയായ നടപടിയല്ല എന്നും ഞാൻ പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി വൈകുന്നേരത്തെ പത്രസമ്മേളനത്തിൽ വളരെ വിശദമായി പറഞ്ഞു. ചട്ടങ്ങളും നിയമങ്ങളും പാലിച്ചാണ് KPMGക്ക് കൺസൾട്ടൻസി കൊടുത്തത് എന്ന് അദ്ദേഹം പറഞ്ഞു. ടെൻഡർ ചെയ്തെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ ശരിയാണ്. ഞാനെന്നത് പ്രതിപക്ഷ നേതാവാണ്. 28 പേർ അപേക്ഷ കൊടുത്തു. അതിൽ നിന്നും 5 പേരെ തിരഞ്ഞെടുത്തു. അവർ ടെൻഡർ വിളിച്ചു. അങ്ങനെയാണ് KPMG എന്ന കമ്പനിക്ക് കൺസൾട്ടൻസി ഉറപ്പിച്ചത്. എന്താണിതിനർത്ഥം? ഒരന്വേഷണവും നടത്താതെ, ഒരു ഉറപ്പുമില്ലാതെയാണ് ഉത്തരവാദപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നല്ലേ? ഇനി മറ്റൊരു ഉദാഹരണം. ഏപ്രിൽ 15-ന് അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞത് റേഷൻ കാർഡ് ഉടമകളായ 87 ലക്ഷം പേരുടെ ഡാറ്റ ഇവർക്ക് ഓൾറെഡി പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ചുരുക്കത്തിൽ ആരോഗ്യ ഡാറ്റയും വ്യക്തിഗത വിവരങ്ങളും സ്പ്രിംഗ്ലർ എന്ന കമ്പനിക്ക് കച്ചവടം ചെയ്തു കൊടുത്തിരിക്കുകയാണ്. ജൂൺ 25-ന് അദ്ദേഹം നിങ്ങളുടെ ചോദ്യത്തിന്, മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പറഞ്ഞ കാര്യം നോക്കുക. മാധ്യമപ്രവർത്തകർ ചോദിക്കുകയാണ്,
85 ലക്ഷം റേഷൻ കാർഡ് ഉടമകളുടെ വിവരം ചോർത്തി നൽകി എന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഉത്തരം: അത് ഉപയോഗിക്കുന്നില്ല എന്ന് ഗവൺമെൻറ് പറഞ്ഞപ്പോൾ ഓക്കെ, ഞാനത് അംഗീകരിക്കുന്നു. ഇങ്ങനെയല്ലേ എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത്? ഒരു ഉറപ്പ് വേണ്ടേ? ഇതൊരു സംസ്ഥാനത്തിൻ്റെയും 3.5 കോടി ജനങ്ങളുടെയും കാര്യമല്ലേ? അതിൽ മിനിമം ഉത്തരവാദിത്വമെങ്കിലും കാണിക്കണമെന്ന് മാത്രമേ എനിക്ക് പ്രതിപക്ഷ നേതാവിനോടും അദ്ദേഹത്തെ ഉപദേശിക്കുന്നവരോടും അഭ്യർത്ഥിക്കാനുള്ളൂ. 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് വനിതാ ശിശുവികസന വകുപ്പ് കിളിക്കൊഞ്ചൽ എന്ന പേരിൽ വിനോദ വിജ്ഞാന പരിപാടി ആരംഭിക്കുകയാണ്. സീഡിറ്റിൻ്റെ സാങ്കേതിക സഹായത്തോടെ ജൂലൈ 1 മുതൽ വിക്ടേഴ്സ് ചാനലിൽ പരിപാടി സംപ്രേഷണം തുടങ്ങും. രാവിലെ 8 മണിക്ക് ആരംഭിച്ച് അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന തരത്തിലാണ് പരിപാടി ഒരുക്കുന്നത്. കുട്ടികൾക്ക് വീടുകളിൽ നിന്ന് പുറത്തിറങ്ങി കളിക്കാനിപ്പോൾ കഴിയാത്ത സാഹചര്യമാണല്ലോ. അത്തരമൊരു സാഹചര്യത്തിൽ അവരുടെ ശാരീരിക മാനസിക വികാസം ഉറപ്പിക്കാൻ ഈ പരിപാടി ഉതകും. കൂട്ടുകാരുമായി കളിച്ചുല്ലസിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. സ്വാഭാവികമായും കുട്ടികളിലെ പിരിമുറക്കം അതൊഴിവാക്കി ഭാഷാവികാസം, ക്രിയാത്മക ആസ്വാദനശേഷി, വൈജ്ഞാനിക വികാസം, ശാരീരിക ചലന വികാസം, വ്യക്തിപരവും സാമൂഹികവുമായ വികാസം ഇവയെല്ലാം ഉറപ്പാക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. വ്യക്തിത്വ രൂപീകരണം ലക്ഷ്യം വെച്ചുള്ള പരിപാടി കുഞ്ഞുങ്ങൾക്കൊപ്പമിരുന്ന് കാണുന്നതിനും പ്രയോജനപ്പെടുന്നതിനും മാതാപിതാക്കളും സവിശേഷ ശ്രദ്ധ നൽകേണ്ടതാണ്. ഇന്നത്തെ ഘട്ടത്തിൽ സഹായം നൽകുന്നത് മറൈൻ ഫോറം തിരുവനന്തപുരം കേരള പോലീസിന് 400 റെയിൻകോട്ട്, 650 PPE കിറ്റ് എന്നിവ കൈമാറിയിട്ടുണ്ട്. VHSE നാഷണൽ സർവീസ് സ്കീം വിദ്യാർത്ഥി വളണ്ടിയർമാർ 300ഓളം പഞ്ചായത്തുകളിലേക്ക് 1.5 ലക്ഷം ബ്രേക്ക് ദ ചെയിൻ ഡയറി നിർമ്മിച്ച് നൽകുമെന്നറിയിച്ചു. ദുരിതാശ്വാസ സഹായം കോഴിക്കോട് ജില്ലാ സഹകരണ ആശുപത്രി ആദ്യ ഗഡു 11,68,000 രൂപ. ISRO പെൻഷനേഴ്സ് അസോസിയേഷൻ രണ്ടാം ഗഡു 7 ലക്ഷം രൂപ. അപ്പോൾ ആകെ കൈമാറിയത് 12 ലക്ഷം രൂപ. കശുവണ്ടി വികസന കോർപ്പറേഷൻ തൊഴിലാളികളും ജീവനക്കാരും 5,25,000 രൂപ. പഴയ കുന്നുമ്മൽ ഗ്രാമപഞ്ചായത്ത് 5 ലക്ഷം രൂപ. നെല്ലിമൂട് വനിതാ സഹകരണ സംഘം 2,64,480 രൂപ. തുമ്പ എയറോനോട്ടിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ 2 ലക്ഷം. DYFI കിഴക്കേ ചമ്പാട് യൂണിറ്റ് ടീം കുന്നോത്ത് പീടിക വാട്സപ്പ് കൂട്ടായ്മ എന്നിവർ ചേർന്ന് ബിരിയാണി ചാലഞ്ചിലൂടെ സമാഹരിച്ച 1,01,000 രൂപ. വയനാട് ഇക്കോ ടൂറിസം അസോസിയേഷൻ 1 ലക്ഷം രൂപ. പാങ്ങപ്പാറ ശ്രീനാരായണ ഗുരു മന്ദിര സമിതി റെസിഡൻസ് വെൽഫെയർ സഹകരണ സംഘം 1 ലക്ഷം. കോടിയേരി ശ്രീമുദ്ര കലാകായിക സാംസ്കാരിക സമിതി 60,425. ഈസ്റ്റ് മൊകേരിയിലെ EMS സ്മാരക വായനശാല 51,134. SFI ഉഴമലക്കൽ ലോക്കൽ കമ്മിറ്റി ന്യൂസ് പേപ്പർ കളക്ഷനിലൂടെയും ബിരിയാണി ചാലഞ്ചിലൂടെയും സമാഹരിച്ച 20,000 രൂപ. മാനവീയം തെരുവിടം കൾച്ചറൽ കലക്റ്റീവ് മാനവീയം സ്ട്രീറ്റ് ലൈബ്രറി 27,000 രൂപ. ഈഴവൻകരി കിഴക്ക് പാടശേഖരം ആലപ്പുഴ 11,112 രൂപ. KSRTC പാപ്പനംകോട് ഡിപ്പോയിലെ താൽക്കാലിക കണ്ടക്ടർമാർ 10,001 രൂപ. കല്ലുവിള അംഗനവാടി വാർഷിക നടത്തിപ്പിനായി മാറ്റിവെച്ച 10,000 രൂപ. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്. ശബ്ദമില്ല. ആ, ഈ മൊബിലിറ്റി പദ്ധതി ആരോപണത്തിൽ പ്രതിപക്ഷത പ്രധാനമായിട്ട് പറഞ്ഞത് മന്ത്രിസഭയുടെ അനുമതിയില്ലാതെ, മന്ത്രിസഭ അറിയാതെ ഈ കൺസൾട്ടൻസി കരാർ കൊടുത്തുവെന്നാണ്.
ഒരു പ്രതിപക്ഷ MLA പറഞ്ഞത് അങ്ങയുടെ മകളുടെ കമ്പനിയുടെ കൺസൾട്ടന്റ് ആയിരുന്ന ആളാണ് ഈ കമ്പനിയുടെ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് കമ്പനിയുടെ ഡയറക്ടർ. അത്തരം ബന്ധവും അദ്ദേഹം പരോക്ഷമായി ആരോപിച്ചുകൊണ്ട് അതിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വിട്ടു. ഈ രണ്ട് ആരോപണങ്ങൾക്കും എന്താണ് മറുപടി? ഇതിൽ നമ്മൾ കാണേണ്ടത് ഈ വിവിധ പദ്ധതികൾ പഠിക്കുന്നതിനോ അവയുടെ സാധ്യതകൾ പഠിക്കുന്നതിനോ നമ്മുടെ രാജ്യത്തോ സംസ്ഥാനത്തോ ഉള്ള സർക്കാരുകളുമായി കൺസൾട്ടിംഗ് കമ്പനികൾ സഹകരിക്കുന്നത് ആദ്യമായിട്ടുള്ളൊരു പരിപാടിയല്ല. ഇപ്പോൾ UDF സർക്കാരിൻ്റെ കാലത്ത് കൊച്ചി മുസ്ലിസ് ബിനാലിയെക്കുറിച്ച് പഠനം നടത്തി അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത് KPMG ആയിരുന്നു. അതിനു മുൻപ് 2005 അന്നും UDFൻ്റെ സർക്കാരാണല്ലോ, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എയർ കേരള എന്നൊരു പദ്ധതി മുന്നോട്ട് വച്ചിരുന്നല്ലോ. അതിന് കൊമേഴ്ഷ്യൽ വയബിലിറ്റി റിപ്പോർട്ട് തയ്യാറാക്കി കൊടുത്തത് ഏണസ്റ്റ് ആൻഡ് യങ് ആയിരുന്നു. ഇതേ UDF സർക്കാർ 2003 AK ആൻ്റണിയുടെ കാലത്ത് കൺസൾട്ടിംഗ് കമ്പനികളെ നിയോഗിച്ചിട്ടുണ്ട്. അന്ന് സംഘടിപ്പിച്ച ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ്, അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് വിമർശിക്കുന്ന കൺസൾട്ടിംഗ് ഏജൻസിയായ PwC തന്നെയായിരുന്നു. ഇത്തരം അടിസ്ഥാനരഹിതമായ വിമർശനങ്ങളാണ് ഉന്നയിക്കപ്പെട്ടത് എന്ന് നാം കാണണം. എന്നാൽ അങ്ങനെ ഉന്നയിക്കുന്നതിന് മുൻപ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കളോടും മുൻ മുഖ്യമന്ത്രിമാരോടും മുൻ പ്രധാനമന്ത്രിയോടും ഒക്കെ ആലോചിച്ചിരുന്നുവെങ്കിൽ ഇത് ഒഴിവാക്കാൻ പറ്റുമായിരുന്നു. ഇവരെല്ലാം അധികാരത്തിലിരുന്ന ഘട്ടത്തിൽ കൺസൾട്ടിംഗ് കമ്പനികളെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നർത്ഥം. LDF സർക്കാരിൻ്റെ ലക്ഷ്യം സർവതല സ്പർശിയും സാമൂഹ്യനീതി അധിഷ്ഠിതവുമായ സുസ്ഥിര വികസനം നടപ്പാക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ മൊബിലിറ്റി ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് അതുകൊണ്ട് തന്നെയാണ് മുൻകൈയെടുക്കുന്നത്. അത് പ്രകൃതിക്കും മനുഷ്യനും ഗുണകരമായതും ഭാവിക്ക് അനുയോജ്യമായതുമാണ്. ഇപ്പോൾ വികസനം, സാമൂഹ്യക്ഷേമം, പ്രകൃതി സുരക്ഷ ഈ ആശയങ്ങൾ നടപ്പാക്കുന്നതിന് ശക്തി പകരുകയാണോ വേണ്ടത്, അതോ അവയ്ക്ക് തുരങ്കം വെക്കുന്നവർക്ക് ഒത്താശ പാടണോ എന്നത് കേരള സമൂഹം തീരുമാനിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ പഞ്ചാബിലെ ലുധിയാന സ്റ്റാർട്ട് സിറ്റി പ്രോജക്റ്റിൽ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻ്റാണ് ഈ പറയുന്നവർ. പുതുശ്ശേരി സ്മാർട്ട് സിറ്റിയിലും കൺസൾട്ടൻ്റാണ്. ഇവർ മഹാരാഷ്ട്ര ഗവൺമെൻറ്റിൻ്റെ ഗവേണൻസ് കൺസൾട്ടൻ്റായി എംപാനൽ ചെയ്യപ്പെട്ട കമ്പനിയാണ്. ഇവിടെ അത്തരത്തിലൊരു കമ്പനിയെ സാധാരണ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പരിശോധനയാണ് ഏറ്റവും പ്രധാനം. ആ പരിശോധനകൾക്ക് ശേഷം തീരുമാനിക്കുന്നതിൽ ഒരു തരത്തിലുള്ള അസാംഗത്യവുമില്ല. സാധാരണ നടപടിക്രമം അനുസരിച്ച് തീരുമാനിച്ചൊരു തീരുമാനമാണത്. അതാണ് അതിനെക്കുറിച്ച് കാണേണ്ടത്. രണ്ടാമത്തത് പിന്നെ ഓരോരുത്തരുടെ മനസ്സിൽ കെട്ടിപ്പടുക്കുന്ന സ്വപ്നങ്ങളാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായി ഉയർത്തുന്ന ആരോപണങ്ങളാണ്. ഞാൻ പറഞ്ഞില്ലേ, അത്തരം കാര്യങ്ങൾക്കൊന്നും ഞാൻ മറുപടി പറയാൻ പോകുന്നില്ല. അത് തന്നെയാണ് ഇപ്പോഴും ആവർത്തിക്കാനുള്ളത്. CM ഈ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയും. കാരണം കഴിഞ്ഞ ഈ കോവിഡ് കാലത്തിന് ശേഷം നേരത്തെ ഉണ്ടായിട്ടുള്ള സ്പ്രിംഗ്ലർ ആരോപണത്തിൽ ആദ്യം വിവരശേഖരണത്തിൽ നിന്ന് സ്പ്രിംഗ്ലറെ ഒഴിവാക്കുന്ന നിലയിലേക്ക് സംസ്ഥാന സർക്കാർ പിന്നീട് നിർബന്ധിതമായി. പമ്പ ത്രിവേണിയിലെ മണൽ നീക്കം പുറത്തേക്ക് കൊണ്ടുപോകുന്നതിൽ നിന്ന് ഇത്തരം ആരോപണത്തിലൂടെ
അതിന് തടയിടാൻ കഴിഞ്ഞു. അതാണ് പ്രതിപക്ഷം അവകാശപ്പെടുന്നത്. കഴിഞ്ഞോ? അങ്ങനെ അതുകൊണ്ട് ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയുമോ എന്നുള്ളത് പൂർണ്ണമായും ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു. നിങ്ങൾ ചിലർ തള്ളിയിട്ടുണ്ടാവില്ല എന്നുള്ളത് വേറൊരു കാര്യം, അത്രയേ ഉള്ളൂ. ഈ സ്പ്രിംഗ്ലർ എന്ന കാര്യം അത് കോടതിയുടെ മുന്നിൽ ഇന്നടക്കം വന്ന കാര്യമാണ്. അതുകൊണ്ട് അതിലേക്ക് ഞാനിപ്പോൾ വിശദമായിട്ട് പോകുന്നില്ല. കാരണം കോടതിയുടെ മുന്നിലിരിക്കുന്നൊരു കാര്യം പരസ്യമായി ഞാനിപ്പോൾ ഒരു നിലപാട് വ്യക്തമാക്കി പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. എന്നാൽ കോടതിയുടെ മുന്നിൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളൊരു കാര്യമുണ്ട്, അത് നിലനിൽക്കുകയാണ് എന്ന്. ആ കരാർ നിലനിൽക്കുകയാണ് എന്നത് കോടതിയുടെ മുന്നിൽ തന്നെ വ്യക്തമാക്കിയ കാര്യമാണ്. അതിൽ നിന്നൊരു പിൻവാങ്ങലും ഉണ്ടായിട്ടില്ല. അതാണ് ഒരു കാര്യം. പമ്പയുടെ പ്രശ്നം എന്താ? പമ്പയിൽ നിന്ന് മണൽ നീക്കം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ആ മണൽ പമ്പ നദിക്കകത്തുള്ള മണലെടുത്ത് പുറത്ത് വെക്കുക എന്നുള്ളതാണ്. അതിപ്പോഴും നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്, നല്ല ഫലപ്രദമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ മണൽ എങ്ങനെ ഉപയോഗിക്കണമെന്നൊക്കെയുള്ള കാര്യം സംസ്ഥാന ഗവൺമെൻറ് തന്നെ പിന്നീട് തീരുമാനിക്കും. നൽകിയത് ടെൻഡർ വിളിച്ചിട്ട് ആണോ നൽകിയത്? ആ ടെൻഡർ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചിരുന്നോ? ടെൻഡർ നടപടികൾ ഒന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് ഉയർത്തിയ ഒരു പ്രധാനപ്പെട്ട ആരോപണം. അതിനാണ് ഞാൻ പറഞ്ഞത്, ഈ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കൺസൾട്ടൻസുകളായിട്ടുള്ള 3 ഗ്രൂപ്പുകളെ, അവരെ 3 പേരും ഇതിനകത്ത് വന്നു. ഞാൻ നേരത്തെ വിശദമായിട്ട് പറഞ്ഞല്ലോ അത്. അതിൻ്റെ ഭാഗമായി, ആ ടെൻഡറിൻ്റെ ഭാഗമായി തന്നെ അവർ വന്നു. അതിലാണ് അവരെ നിശ്ചയിച്ചത്. അവരെ നിശ്ചയിക്കുമ്പോൾ 3 ഭാഗമായിട്ടാണ് നിശ്ചയിച്ചത്. ഞാൻ കൃത്യമായി പറഞ്ഞു നേരത്തെ. ഈ സാങ്കേതിക സർവകലാശാല പരീക്ഷ മാറ്റിവെച്ചു. ഈ ജൂലൈ 1 കേരള യൂണിവേഴ്സിറ്റിയുടെ LLB എക്സാം നടക്കുന്നു. അതേപോലെ തന്നെ ജൂലൈ 6 DED-ൻ്റെയും എക്സാം നടക്കുന്നു. പക്ഷേ ഈ മലപ്പുറത്തുള്ള കുട്ടികളെല്ലാം എങ്ങനെ പോയി എഴുതുന്നുള്ള ഒരു ആശങ്കയിലാണ്. അത് യൂണിവേഴ്സിറ്റിയായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമേ പറയാൻ പറ്റൂ. ഇപ്പോൾ എനിക്കതിനെപ്പറ്റി ഒരു വ്യക്തമായിട്ട് ഒന്നും പറയാൻ കഴിയില്ല. എന്താണ് അവർ ആലോചിച്ചത് എന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ 2 ദിവസമായി സമ്പർക്കത്തിലുള്ള രോഗികളുടെ എണ്ണം കൂടുന്നു. ഇന്ന് CISF-കാരനെ, ഹെൽത്ത് വർക്കർ സമ്പർക്കം എല്ലാം കൂടി 14 പേരുണ്ടാകുന്നു. ഈ ദിവസങ്ങളായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടെസ്റ്റ് നടത്താത്തതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ സമ്പർക്ക രോഗികളെ കണ്ടെത്താത്തത്? അത് നിയന്ത്രണങ്ങൾ പാളിപ്പോയിട്ടാണോ? ടെസ്റ്റ് നടത്തിയത് കൊണ്ടാണ് സമ്പർക്ക രോഗികളെ കണ്ടത്. അത് ആ ടെസ്റ്റ് കൂടുതൽ വ്യാപിപ്പിക്കണമെന്നാണ് കണ്ടത്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, 10,000 ടെസ്റ്റാണ് ഒരു പ്രദേശത്ത് നടത്താൻ പോകുന്നത്. ഇത് നമുക്കൊരു ഉറപ്പ് വരുത്താൻ വേണ്ടി തന്നെയാണ് എന്താണെന്നുള്ളത്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു വ്യാപനം വരാതിരിക്കട്ടെ എന്നാണ് നമ്മുടെ ആശ, നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ എന്താണ് യഥാർത്ഥ സ്ഥിതി മനസ്സിലായിക്കൊണ്ടാണല്ലോ മറ്റ് നടപടികൾ സ്വീകരിക്കേണ്ടത്. അതിനുള്ള നടപടികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ സ്വീകരിക്കാനാണ് പോകുന്നത്. കുറച്ച് സഹകരണം വേണ്ടതുണ്ട്. ഇപ്പോൾ പൊന്നാനി ഭാഗത്ത് കുറച്ച് ബുദ്ധിമുട്ടുകൾ ആളുകൾക്ക് വരും. രാവിലെ ഇന്ന് വൈകുന്നേരം 5 മണി മുതൽ ട്രിപ്പിൾ ലോക്ക്ഡൗൺ വരികയാണ്. ട്രിപ്പിൾ ലോക്ക്ഡൗൺ എന്ന് പറയുമ്പോൾ നേരത്തെ ചില പ്രദേശങ്ങളിൽ ഉണ്ടായതാണ്. കുറച്ച് കഠിനമായിരിക്കും. ആളുകൾക്ക് ഇഷ്ടം പോലെ സഞ്ചരിക്കാൻ പറ്റില്ല. ആരും പുറത്തിറങ്ങുന്ന അവസ്ഥയുണ്ടാകരുത്. അവിടെ സാധനങ്ങൾ വേണമെങ്കിൽ അറിയിച്ചാൽ ആളുകൾ എത്തിച്ചു കൊടുക്കും. അതുമായിട്ട് പൂർണ്ണമായി സഹകരിക്കുക. നാടിൻ്റെ ഒരു ആവശ്യത്തിനാണ് എന്ന മട്ടിൽ ജനങ്ങൾ സഹകരിക്കണമെന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഈ രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു വീടുകളിൽ ചികിത്സക്ക് പദ്ധതി വരുന്നത്. അങ്ങനെ എന്തെങ്കിലും ആലോചന നടക്കുന്നുണ്ടോ? ഈ ഘട്ടത്തിൽ വീട്ടിൽ ചികിത്സയുടെ ആവശ്യം വരുന്നില്ല. കാരണം ഇപ്പോൾ നമുക്ക് നമ്മുടെ എല്ലാ ആശുപത്രികളിലും ആവശ്യമായത്ര സൗകര്യവും കാര്യങ്ങളുമുണ്ട്. എന്നാൽ ചില പ്രദേശങ്ങളിൽ ഇത് വല്ലാതെ വ്യാപിച്ച ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അത് വെച്ചായിരിക്കും അത്തരം ചില അഭ്യൂഹങ്ങൾ പരക്കുന്നത്. അത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ആവശ്യമുള്ളൊരു കാര്യമല്ല. CME പോലീസ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നാളെ തീരുകയാണ്. നീട്ടാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഇല്ല. മറ്റൊന്ന് CM, ഇന്നൊരു വലിയ രാഷ്ട്രീയ സംഭവം ഉണ്ടായിട്ടുണ്ട്. കേരള കോൺഗ്രസിനെ ജോസ് കെ മാണി വിഭാഗത്തെ UDF-ൽ നിന്ന് പുറത്താക്കി. LDF-ലേക്ക് കൊണ്ടുവരുന്നത് സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിൽ ചർച്ചകൾക്ക് തുടക്കം കുറിക്കുമോ, അല്ലെങ്കിൽ അവരെ സ്വാഗതം ചെയ്യുമോ? എന്താണ് മുഖ്യമന്ത്രിയുടെ? അത് UDF-നകത്തുണ്ടായ ഒരു ആഭ്യന്തര കാര്യമാണ്. എന്താണ് നിലപാട് എന്നത് അവർ തന്നെ വ്യക്തമാക്കേണ്ട കാര്യമാണ്. UDF നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ജോസിൻ്റെ വിഭാഗം അവർ കേരള കോൺഗ്രസ് UDF-ൻ്റെ കൂടെ ഇല്ല എന്നവർ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിന് മറ്റു കാര്യങ്ങൾ തുറന്നു വരേണ്ട കാര്യങ്ങളാണ്. ഇപ്പം ഞങ്ങളത് സംബന്ധിച്ച് പ്രത്യേകമായി ഒന്നും ആലോചിച്ചിട്ടില്ല. LDF-ലേക്ക് വരാൻ യോഗ്യതയുള്ള പാർട്ടിയാണ് ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് എന്ന് CM കരുതുന്നുണ്ടോ? അതൊരു പ്രത്യേക ഘട്ടത്തിൽ ആലോചിക്കേണ്ട കാര്യമാണ്. ഇപ്പം അങ്ങനെ ഒരു ആലോചനയുടെ ഘട്ടം ആയിട്ടില്ല. കണിച്ചുകുളങ്ങര SNDP നേതാവ് മഹേഷിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളിക്കെതിരെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഇന്ന് CM പരാതി നൽകിയിട്ടുണ്ടെന്ന് പറയുന്നു. അതൊരു പരാതി കിട്ടിയിട്ടുണ്ടോ?
അതിലെന്ത് നടപടിയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്? അതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ സ്വാഭാവികമായ നിയമ നടപടികൾ അതിൽ ഒരു തരത്തിലുള്ള പക്ഷപാതിത്വവുമില്ലാതെ നടത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. സർക്കാർ ഓഫീസുകളിൽ പകുതി ജീവനക്കാർ മാത്രം ഹാജരായി മതി എന്ന് പറയുന്നു. പക്ഷെ സംസ്ഥാനത്ത് എയ്ഡഡ് സ്കൂളുകളിൽ വ്യാപകമായി മുഴുവൻ ജീവനക്കാരും അധ്യാപകരും അനധ്യാപകരും എല്ലാവരും എത്തണമെന്ന് പറഞ്ഞ് അവർ നിർദ്ദേശിക്കുന്നു. അതിനെക്കുറിച്ച് എന്തെങ്കിലും നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ കൊടുക്കുമോ? ഇപ്പോൾ അധ്യാപകർ സാധാരണഗതിയിൽ ഈ കോവിഡ് പ്രവർത്തനങ്ങളെ സഹായിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം ഓരോ പ്രദേശത്തും ധാരാളം പ്രവർത്തനങ്ങൾ നടത്താനുണ്ട്. നമ്മുടെ വളണ്ടിയർമാരും മറ്റും വലിയ തോതിൽ നേരത്തെ മുതലേ പ്രവർത്തിച്ചു വരികയാണ്. അപ്പോൾ നമ്മുടെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും ഇപ്പോൾ പ്രത്യേകിച്ച് ഓഫീസുകളിൽ ഹാജരാകാതെ സ്കൂളുകളിൽ ഹാജരാകാതെ നിൽക്കുന്നവരുണ്ട്. അവരെല്ലാവരും ഈ പ്രവർത്തനത്തിൽ നല്ലതുപോലെ ഭാഗഭാക്കാവണമെന്നാണ് കണ്ടിട്ടുള്ളത്. അത് കലക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവരുടെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. അതാണിപ്പോൾ സർക്കാർ നൽകിയിട്ടുള്ള നിർദ്ദേശം. സ്പ്രിംഗ്ലർ സംബന്ധിച്ച് സിഎം സൂചിപ്പിച്ചിരുന്നു. അത് സംബന്ധിച്ച് പരിശോധിക്കാൻ മുൻ ഉദ്യോഗസ്ഥരുടെ ഒരു സംഘത്തെ ചുമതലപ്പെടുത്തിയിരുന്നു. അതിനൊരു സ്റ്റാറ്റസ് എന്താണ് സിഎം? അതിൻ്റെ റിപ്പോർട്ട് വന്നിട്ടില്ല. അവർ പരിശോധനയിൽ തന്നെയാണ്. സിഎം, ഈ ജോസ് കെ മാണി വിഭാഗത്തെ മുന്നണിയിലെടുക്കുന്നത് സംബന്ധിച്ച്, മുന്നണിക്കൊപ്പം കൂട്ടുന്നത് സംബന്ധിച്ച് ഇതുവരെ ആലോചന നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇനി അത്തരമൊരു ആലോചന നടക്കാനുള്ള സാധ്യത ഉണ്ടോ? രാഷ്ട്രീയത്തിൽ ഒരു കാര്യവും എല്ലാ കാലത്തേക്കുമായിട്ട് പറയാൻ കഴിയില്ല. അതത് ഘട്ടത്തിലുള്ള സാഹചര്യത്തിനനുസരിച്ചാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. അത് സാഹചര്യത്തിനനുസരിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ്. സീമ, കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാരിനെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു കത്തയക്കുകയും അത് പുറത്തു വരികയും ചെയ്തു. അതിന് പിന്നാലെ കേന്ദ്രമന്ത്രി പറഞ്ഞത് അതിനകത്തുള്ള വാചകങ്ങൾ അഭിനന്ദനമല്ല, മണ്ടത്തരം തിരുത്തിയതിനു വേണ്ടി അത് തിരുത്തിയതിനുള്ള അഭിനന്ദനമാണ് നൽകിയതെന്നാണ്. മുഖ്യമന്ത്രി ശ്രദ്ധയിൽ അത് പെട്ടിരുന്നു. അതിന് നമ്മുടെ അവരുടെ കൂടെ തന്നെയുള്ള ഒരു പഴയ മന്ത്രി പറഞ്ഞ കാര്യം എനിക്ക് പറയാനുള്ളൂ. അദ്ദേഹം എന്താ പറഞ്ഞത്? സാധാരണ ഏഴാം തരക്കാരന് തന്നെ ആ ഇംഗ്ലീഷിൻ്റെ അർത്ഥം അറിയാമെന്നാണ് ആ വാക്കിൻ്റെ, ഇത് കോംപ്ലിമെൻറ്റിൻ്റെ. അത് അദ്ദേഹം പറഞ്ഞാണ്. അതുമാത്രമേ എനിക്കും പറയാനുള്ളൂ. ജോസ് കെ മാണിയുടെ കാര്യമാണ്. ജോസ് കെ മാണി ഇപ്പോൾ UDF ഇല്ലാത്ത അവസ്ഥയാണ്. LDF സ്വീകരിച്ചില്ലെങ്കിൽ BJPയിലേക്ക് പോകുന്ന അവസ്ഥയാണ്. അത്തരമൊരു സാഹചര്യം LDFും CPM ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയും ആ തരത്തിലൊരു നിലപാടില്ലാത്തവരായിട്ട് ചിത്രീകരിക്കേണ്ടതായിട്ടില്ല. ഒരു പ്രശ്നങ്ങളൊക്കെ ഉയർന്നു വരുമ്പോഴാണല്ലോ, ഒരു സാഹചര്യത്തിലാണല്ലോ പാർട്ടിയുടെ നിലപാടൊക്കെ വരിക. ആ നിലപാടുകൾ വരട്ടെ. അതിനു മുമ്പിൽ എന്തിനാണ് നിങ്ങൾ വല്ലാതെ വേവലാതിപ്പെടുന്നത്? ഇതേ ചോദ്യം ചോദിച്ചു. അതിനകത്ത് UDF പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഇതേ ചോദ്യം അങ്ങോട്ട് ചോദിച്ചപ്പോൾ അങ്ങ് ഒന്നും പ്രതികരിച്ചില്ല. ഞാനത് പറയുന്നില്ല എന്ന് പറഞ്ഞു. ഇന്ന് വളരെ സജീവമായി പ്രതികരിക്കുന്നത് ഒരു നിലപാട് മാറ്റത്തിന്റെ സൂചനയാണോ? അന്നത്തെ ഇന്നത്തെ തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അന്നൊരു പ്രശ്നവും ഇല്ല, ഇന്നൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തെക്കുറിച്ച് നിങ്ങൾ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ അഭിപ്രായം പറയണ്ടേ? അത് പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ സിഎം നേരത്തെ ഈ KM മാണി ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടി KM മാണിയൊക്കെ LDFിലേക്ക് വരുന്നെന്ന് വളരെ വലിയ ചർച്ചകൾ നടന്നതാണ്. അദ്ദേഹത്തിന്റെ മകനെങ്കിലും LDFിൽ വരാൻ കഴിയുമോ? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അതിലൊക്കെ ഓരോ സാഹചര്യത്തിനനുസരിച്ചാണ് നിലപാടുകൾ വരിക. അത്തരമൊരു നിലപാട് അവർ വ്യക്തമാക്കട്ടെ ആദ്യം. അതിനുശേഷമല്ലേ കാര്യങ്ങൾ ആലോചിക്കേണ്ടത്. ഇപ്പോൾ ഇതിനെ നമ്മളത്ര ധൃതി കാണിക്കുന്നത്. അപ്പോൾ KPMG ആയിട്ട് ബന്ധപ്പെട്ട ആരോപണത്തിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പിൻവാങ്ങുകയും തെറ്റില്ലെന്ന് ബോധ്യപ്പെട്ടതായി അദ്ദേഹം പറയുകയും CM എന്നിവർ എടുത്തു പറയുന്നു. പക്ഷെ അദ്ദേഹം പറയുന്നത് ധാർമ്മികമായ ഒരു തെറ്റുണ്ട് എന്ന് അദ്ദേഹം പിന്നെ സ്റ്റിപ്പോൺ ചെയ്യുന്നത്. ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ധാർമ്മികമായി അതിൽ എന്തെങ്കിലും തെറ്റുണ്ട് എന്ന് എന്തെങ്കിലും ബോധ്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് വീണെടുത്തുനിന്ന് ഉരുളുന്ന ഒരു നലിയല്ലേ? ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഇപ്പോൾ അവസാനിപ്പിക്കാം അല്ലേ? ശരി.